പ്രൈസ് ലോർഡ്. ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടി അറിയിക്കുന്നു. ഇത് ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം മത്തായിയുടെ സുവിശേഷം 11-28 വാക്യം ഇങ്ങനെ പറയുന്നു: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇവിടെ ഹല്ലേലൂയ യേശു കർത്താവ് പറയുകയാണ്, ക്ഷീണിതരും ഭാരമേറിയവരുമായവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകും. അമീൻ ഹല്ലേലൂയ. തളർന്നതും ഭാരമുള്ളതും അമീൻ ഹല്ലേലൂയ ഉള്ളവരോട് കർത്താവ് ഹല്ലേലൂയ ക്ഷണിക്കുകയാണ്, നിങ്ങൾ വിശ്രാമത്തിന് വേണ്ടി തന്നിലേക്ക് വരിക. അമീൻ കർത്താവിലേക്ക് അടുത്തു വരുന്നവർക്ക് ദൈവം വിശ്രമം നൽകുമെന്നാണ് യേശു കർത്താവ് വാഗ്ദത്തം ചെയ്യുന്നത്. മനുഷ്യൻ അനുഭവിക്കുന്ന ശാരീരികവും വൈകാരികമായ ആത്മീക ക്ഷീണത്തെ ഇവിടെ പറയുകയാണ്. യേശു കർത്താവ് നൽകുന്ന ആത്മീക വിശ്രമവും സമാധാനവും അത് നമ്മുടെ ജീവിതത്തിൽ വലിയ സമാധാനമായി മാറുന്നു. നിങ്ങളുടെ ശാരീരികവും വൈകാരികവുമായ, അതായത് ശാരീരികവും മാനസികമായ ആത്മീകമായ എല്ലാ ക്ഷീണവും മാറുവാൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരിക. ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരിക. ക്ഷീണിതരും ഭാരമുള്ളവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകും. ഇവിടെ യേശു കർത്താവ് പരീശന്മാരെയും അഭിസംബോധന ചെയ്യുന്ന ഒരു വേദഭാഗമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അമിതമായിരിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ തൻ്റെ ജനത്തിന് ഭാരമായി ഇരിക്കുമ്പോൾ പാപവും കുറ്റബോധവും നിമിത്തം അവരുടെ പാപങ്ങളുടെ ഭാരം അവരോടൊപ്പം കുറ്റബോധത്തോടെ പോരാടുമ്പോൾ ശാരീരികമായ അധ്വാനത്തിലും ദാരിദ്ര്യത്തിലുമൊക്കെ പ്രയാസത്തിലുമൊക്കെ എന്നിവയിൽ നിന്നൊക്കെ പലരും തളർന്നു പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉത്കണ്ഠയും ഭയവും പോലുള്ള വൈകാരികമായ വേദനകൾ അവരെ പോരാടുമ്പോൾ അവരെ വിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ട് കർത്താവ് ക്ഷണിക്കുകയാണ്. പാപത്തിൽ നിന്ന് ഒരു വിശ്രമം, പാപഭാരത്തിൽ നിന്നൊരു വിശ്രമം, അതിൻ്റെ അനന്തര ഫലങ്ങൾ എന്നിവയിൽ നിന്ന് യേശു ഒരു വിശ്രമം വാഗ്ദത്തം ചെയ്യുകയാണ്. ഇവിടെ പറയുകയാണ്, കർത്താവ് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇവിടെ ദൈവപുത്രനാണ് കർത്താവ്. അതുകൊണ്ട് ദൈവത്തിന് ഹല്ലേലൂയ സകലം നൽകുവാൻ അധികാരമുണ്ട്. ദൈവത്തിൻ്റെ സന്നിധി വിമോചനമുണ്ട്. വിശ്രമിക്കുവാൻ ഇടമുണ്ട്. നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ഭൂമിയിൽ പലവിധമായിരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റും കടന്നു വരുമ്പോൾ നമുക്ക് ആശ്വാസവും വിശ്രമവും ലഭിക്കുന്നത് യേശു കർത്താവിൻ്റെ സന്നിധി മാത്രമാണ്. ഹല്ലേലൂയ. കർത്താവാണ് രക്ഷയും തൻ്റെ ജനത്തിന് വിശ്രാമവും നൽകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഹല്ലേലൂയ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും. രണ്ട് വ്യക്തികളെ കുറിച്ചാണ് ഈ തിരുവചനം പറയുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ നിങ്ങൾ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഒരു ആശ്വാസം പൂർണ്ണമായി നമുക്ക് ലഭിക്കണമോ? നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കണം. ദൈവസന്നിധിയിൽ മാത്രമാണ് പൂർണ്ണതയുള്ളത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുന്നവർക്ക് സമാധാനം ലഭിക്കും, സ്വസ്ഥത ലഭിക്കും. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് കേൾക്കുക, അവർക്ക് അധ്വാനിച്ചിട്ട് രാവിലെ മുതൽ അധ്വാനിച്ച് വൈകുന്നേരമായിട്ട് അധ്വാനിച്ചിട്ടും അതിൻ്റെ ഒരു പ്രതിഫലവും അനുഭവിക്കാൻ കഴിയാതെ അവരായിരിക്കുമ്പോൾ അതിനൊരു ഹല്ലേലൂയ അതൊന്ന് വർദ്ധിക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സമ്പാദിച്ചിട്ടോ അധ്വാനിച്ചിട്ടോ ഒന്നിനോടൊന്ന് കൂടുവാൻ കഴിയാതെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടങ്ങളായാലും ഒക്കെ തീരാതിരിക്കുമ്പോൾ അവിടെ പറയുകയാണ്, അല്ലയോ ദാഹിക്കുന്ന എല്ലാവരുമേ കർത്താവിൻ്റെ അടുക്കൽ വരുവീൻ. ദൈവത്തിന് സമാധാനം തിന്നുവീൻ, ദൈവത്തിന് വെള്ളം വാങ്ങി കുടിപ്പീൻ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നുണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ. തിരുവചന സന്ദേശം ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾക്ക് സമാധാനം വേണമോ?
നിങ്ങൾക്ക് സ്വസ്ഥത വേണമോ? അല്പനേരം നിങ്ങൾ വിശ്രമിക്കേണ്ടതിന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾ അടുത്ത് ചെല്ലുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, ആമേൻ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. എൻ്റെ സന്നിധിയിൽ നിനക്ക് ആശ്വാസമുണ്ട്. അമ്മേ, എൻ്റെ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലുള്ള സമാധാനമല്ല. അമേൻ, ഹല്ലേലൂയ. അധ്വാന ഭാരത്താൽ ഭാരപ്പെടുന്നവരായിരിക്കാം. അമേൻ, ഹല്ലേലൂയ. മറ്റ് ഏത് വിഷയങ്ങളായാലും നിങ്ങൾ ഭാരപ്പെടുന്നവരായിരിക്കാം. ഇവിടെ എല്ലാം കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എനിക്ക് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു ആയുസ് മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടും, ആമേൻ, ഹല്ലേലൂയ, നിങ്ങൾക്ക് അർഹതപ്പെട്ട പലതും ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാൻ കഴിയുമോ? അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പ്രത്യാശയുണ്ട്, നിങ്ങൾക്ക് ആശ്വാസം അവിടെ ഉണ്ട്. ഹല്ലേലൂയ. നമ്മുടെ പ്രിയപ്പെട്ടവർ ഒക്കെ ഒരുപക്ഷെ നമുക്ക് ഒരു വില നൽകുന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, പക്ഷേ ദൈവത്തിൻ്റെ സന്നിധി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വിലയുണ്ട്. കർത്താവിൻ്റെ സന്നിധിയോട് ചേർന്ന് നിൽക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുന്നു.